ജാവാസ്ക്രിപ്റ്റിനകത്ത് സെറ്റ് എന്ന് പറഞ്ഞ ഒരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്. ഇത് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ലിസ്റ്റ് ഓഫ് ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ തന്നെയാണ് നമ്മൾ അറേയും ഉപയോഗിക്കുന്നത്. പിന്നെ എന്തിനാണ് ഒരു സെറ്റ്? ഈ സെറ്റിൽ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന അറേ പോലെയല്ല. അറേയിലാണെങ്കിൽ അത് ഓർഡറിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ്സും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് സെറ്റിൽ ഓർഡറിലൊന്നുമല്ല അവൻ സ്റ്റോർ ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ്സ് പറ്റത്തില്ല. പിന്നെ എന്തിനാണ് നമ്മളൊരു സെറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത്? സെറ്റിന് അറേനെക്കാട്ടിയും മുകളിൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിന്റെ സെർച്ച് ഭയങ്കര എഫിഷ്യന്റ് ആണെന്നുള്ളതാണ്. നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. സോ ഈ സ്പീഡ് എഫിഷ്യൻസി കാണിക്കാൻ നമുക്ക് വലിയ അറേസ് വേണം. സോ ഇവിടെ രണ്ട് വലിയ അറേ എടുത്തിട്ടുണ്ട്. ഒന്ന് ബിഗ് അറേ 1, അതിൽ ഒരു 10 ലക്ഷം എലമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ ബിഗ് അറേ 2 ഉണ്ട്, അതിലും ഒരു 10 ലക്ഷം എലമെന്റ്സ് ഉണ്ട്. സോ അതിൽ ഫസ്റ്റ് അറേ നമ്മൾ ഒരു ഹേ അറേ എന്ന് പറഞ്ഞ വേരിയബിൾ ഇട്ടു, രണ്ടാമത്തെ നീഡിൽ അറേ എന്ന് പറഞ്ഞ വേരിയബിൾ ഇട്ടിട്ടു. ഈ നീഡിൽ അറേയിലുള്ള ഏതെങ്കിലും എലമെന്റ് ഈ ഹേ അറേയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് നീഡിൽ അറേയിൽ ഓരോ ഐറ്റം എടുത്തിട്ട് അത് ഹേ അറേയിൽ സെർച്ച് ചെയ്യണം. അപ്പോൾ ഹേ അറേ സാധാരണ ഒരു അറേ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ നീഡിൽ അറേയിലെ ഓരോ എലമെന്റും ലൂപ്പ് ചെയ്തു. ഹേ അറേയിലുണ്ടോ എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാം. നമുക്കത് റൺ ചെയ്ത് നോക്കാം. കണ്ട ഇത്രയും സമയമെടുത്തത് റൺ ചെയ്യാൻ. നേരെ മറിച്ച് ഈ ഹേ എന്ന് പറയുന്ന അറേ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ആ സെറ്റിലെ ഹാസ് ഐറ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ 10 ലക്ഷം എലമെൻറ്റിൽ കൂടുതൽ ഐറ്ററേറ്റ് ചെയ്യണമെങ്കിൽ പോലും പെട്ടെന്ന് എക്സിക്യൂട്ടായി. സോ അതിനൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഒരു ഹാഷ് മാപ്പിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിൽ ഒരു ഐ ഡി പോലെ ഒരു വാല്യൂ ഉണ്ടാക്കി അതിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും അതിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സെറ്റ് എത്ര വലുതാണെങ്കിൽ പോലും ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ ഏതൊരു ഐറ്റം വേണമെങ്കിൽ അതിനകത്ത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കോൺസ്റ്റന്റ് സ്പീഡിൽ സെർച്ച് ചെയ്യുന്നതിന് ഓർഡർ ഓഫ് 1 എന്നാണ് പറയുന്നത്. ഓർഡർ ഓഫ് 1 വളരെ ഫാസ്റ്റ് ആയിട്ടൊരു ഐറ്ററേഷൻ ആണ്. നേരെ മറിച്ച് അറേയിൽ അങ്ങനെയല്ല. അറേയിലെ എല്ലാ എലമെന്റും നോക്കിയാലാണ് ആ എലമെന്റ് അവിടെ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ വേസ്റ്റ് കേസിനകത്ത് 1 ലക്ഷം ഐറ്റം ഉള്ള എലമെന്റ് ആണെങ്കിൽ അതിൽ എല്ലാം നോക്കണം. അതേ എലമെന്റിന്റെ സൈസ് n ആണെങ്കിൽ n തവണ അത് നോക്കണം. സോ അങ്ങനത്തെ സെർച്ചിന് ഓർഡർ ഓഫ് n എന്നാണ് പറയുന്നത്. അത് ഓർഡർ ഓഫ് 1 സംബന്ധിച്ച് വളരെ സ്ലോ ആണ്.